പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ പ്ലേ സ്റ്റോർ ഉണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നവരുമാണ്. എന്നാൽ നിങ്ങളുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെയെങ്കിലും? അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ പുതിയ വെർഷനാണോ കിടക്കുന്നത്? പലർക്കും അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുപോലുള്ള 1, 2, 3 ട്രിക്കുകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും അവസാനത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മൊബൈൽ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നു. നിങ്ങൾക്ക് ഈ മൊബൈൽ ഒറിജിനലാണോ ട്രസ്റ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ഇതിലുള്ള പ്ലേ സ്റ്റോർ ഒറിജിനൽ ആണോ, ട്രസ്റ്റഡ് ആണോ, സർട്ടിഫൈഡ് ആണോ എന്ന് എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ 3-4 കാര്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ ആൾക്കാർ ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ 4 സെറ്റിങ്സുകൾ, 4 ട്രിക്കുകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുന്നു. ആദ്യത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കുക. ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ അവിടെയും കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ പ്ലേ സ്റ്റോർ വെർഷൻ എന്ന് കാണാം. അപ്പോൾ ഈ പ്ലേ സ്റ്റോർ വെർഷൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങളൊരു 7 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവുന്നതാണ്. എൻ്റെത് ഓൾറെഡി ഓൺ ആയതുകൊണ്ടാണ് ഞാൻ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാത്തത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൻ്റെ പെർഫോമൻസ് ഒക്കെ തന്നെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം അതിൽ നിങ്ങൾ 1 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. 1 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്നിവിടെ കാണാം. അതായത് എൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ് ടു ഡേറ്റ് ആണ്, പുതിയ വെർഷനാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്, ഒന്നാമത്തെ ട്രിക്ക്. അപ്പോൾ ഇനി രണ്ടാമത്തത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അക്കൗണ്ട് നമ്മളൊരു മൊബൈൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതെല്ലാം തന്നെ എൻ്റെ അക്കൗണ്ടാണ്. 1, 2, 3, 4 അക്കൗണ്ടുകളാണ് ഞാൻ എൻ്റെ മൊബൈലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനായിട്ട് ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ടുകൾ ഇങ്ങനെ ഓരോ അക്കൗണ്ടും പ്രസ് ചെയ്ത് ഞാൻ അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന ആ പ്രൊഫൈൽ പിക്ചർ നമ്മളിടുന്ന ആ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട് മാറി പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മൾ ഓപ്പൺ ആക്കി ഇങ്ങനെ ഒരു അക്കൗണ്ട് മാറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് ചുമ്മാ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടാമത്തത്. അപ്പോൾ നമ്മളിനി മൂന്നാമത്തെ ട്രിക്കിലേക്ക് പോവുകയാണ്, മൂന്നാമത്തെ സെറ്റിങ്സിലേക്ക് പോവുകയാണ്. എൻ്റെ മൊബൈലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു പ്രാവശ്യത്തെ ആവശ്യത്തിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാനൊക്കെ മറന്നു പോയിട്ട് കിടക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. കാര്യം ഇത്രയും ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മൊബൈലിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ കാണുന്നതും ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതും. ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മുടെ മൊബൈലിൻ്റെ മെമ്മറിയും ഫുള്ളായി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു രക്ഷ നേടാം, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ വരുന്നതാണ്. ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാം നോ പ്രോബ്ലം ഫൗണ്ട് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ പ്രശ്നക്കാരനായിട്ട് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും. ഈ ആപ്ലിക്കേഷൻ പ്രശ്നക്കാരനാണ്, കുഴപ്പക്കാരനാണ്, പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നവിടെ കാണിക്കും. തൊട്ട് താഴെയായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് അപ്ഡേറ്റ്സിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഞാൻ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത എൻ്റെ എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാം. എത്ര എണ്ണമാണെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എത്ര ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നറിയാനായിട്ട് സ്റ്റോറേജിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണിക്കും 122 ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിലൊരു 25 പോലും ഞാൻ നല്ലതുപോലെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാം തന്നെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എൻ്റെ മെമ്മറിയും ഇങ്ങനെ ഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഫ്രീ അപ്പ് 110 MB എന്നുള്ളത്. അത് എൻ്റെ മെമ്മറിയിൽ നിന്ന് 110 MB ഒന്ന് ഫ്രീ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ മെമ്മറി കുറച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഫ്രീ അപ്പ് മെമ്മറി 135 MB. ഞാൻ 4 ആപ്ലിക്കേഷനാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ
4 ആപ്ലിക്കേഷൻ ഒരുമിച്ച് അൺഇൻസ്റ്റാൾ ആയി പോകും. ഓരോന്നായിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. നേരത്തെ 120 എത്ര ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ 117 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ട്രിക്ക്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ മെമ്മറി നിങ്ങൾക്ക് കുറച്ച് ഇത് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കിലേക്കാണ്. അതും ഇതുപോലെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് ഏറ്റവും മുകളിൽ പ്രസ് ചെയ്യുക. ഏറ്റവും മുകളിൽ പ്രസ് ചെയ്ത് സെറ്റിങ്സ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ട്രസ്റ്റഡ് ആണോ, നിങ്ങളുടെ മൊബൈൽ ട്രസ്റ്റഡ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കിവിടെ പ്ലേ പ്രൊട്ടക്റ്റ് സർട്ടിഫിക്കേഷൻ എന്നുള്ളത് കാണാം. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്കിവിടെ കാണാം ഡിവൈസ് ഈസ് സർട്ടിഫൈഡ് എന്ന്. അതായത് എൻ്റെ മൊബൈൽ എൻ്റെ ഡിവൈസ് സർട്ടിഫൈഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അവിടെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമർ കെയറിൽ പോയിട്ട് അത് സർട്ടിഫൈഡ് ചെയ്യേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ വൈറസ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സേഫ് അല്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ഡിവൈസ് സർട്ടിഫൈഡ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സർട്ടിഫൈഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.